എന്റെ പേര് അജിത് ശംഖുമുഖം, നാട്ടുകാരനാണ്. സോഷ്യൽ മീഡിയയിലുണ്ട്. 24 മണിക്കൂർ സമയം കിട്ടുന്ന സമയത്ത് ശംഖുമുഖത്ത് വരുന്ന വ്യക്തി. ശംഖുമുഖം അങ്ങയുടെ ആത്മാവിലുണ്ട്. ഓരോ സ്പന്ദനവും കാരണം പറഞ്ഞു തരാം. പണ്ട് ഇവിടെ കപ്പലണ്ടി കച്ചവടം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതുകൊണ്ടൊരു ആത്മബന്ധമുണ്ട്. ഫിഷർമാനാണ്. കടലിൽ പോകുന്നത് ശംഖുമുഖം കണ്ടെഴുതുമ്പോൾ ശകുന്തള തന്നെ ഓർമ്മ വരും. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല. ശകുന്തള എല്ലാം പോയി കിടക്കുകയാണ്. ഞങ്ങളുടെ ഈ ശകുന്തള പോയി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ബീച്ചിന് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ശംഖുമുഖത്ത് രണ്ട് സൈഡും ഇതിനകത്ത് ഓക്കെയാണ്. രണ്ട് സൈഡും നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞങ്ങൾക്ക് പേടിയാണ് വണ്ടിയും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ. ഞങ്ങളിപ്പോ പ്രതികരിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുവച്ച് ഞങ്ങളുടെ മക്കളെ പോലും അപായപ്പെടുത്താനുള്ള സാധ്യത. മയക്കുമരുന്നിന്റെ സ്വാധീനം ഇവിടെ ഉണ്ടോ? രണ്ട് സൈഡും മാക്സിമം പറയാം. ഒരു കാര്യം പറയാം, പോലീസ് അധികാരികൾ മാക്സിമം അവര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ഇടവഴിക്കകത്തും പോയി വീടിനകത്ത് കയറി അമ്മമാരുടെ അടുത്ത് അവര് വെള്ളം ചോദിക്കില്ല. മാത്രമല്ല അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു. കാരണം എന്തറിയോ, ധീരമായിട്ടുള്ള ഒരു ഉത്തരവ് മുഖ്യമന്ത്രി കക്ഷി രാഷ്ട്രീയം നോക്കണ്ട, ജാതി നോക്കണ്ട, പിടിക്കാൻ പറഞ്ഞിരിക്കും. എനിക്കിപ്പോ പേടിയാണ്. പേടിക്കണ്ടെന്നേ, നിങ്ങളുടെ ഒരു ഫുൾ പിക്ചർ കാണിക്കും. പേടിക്കാതെ നാളെ എന്നെ ഇവര് പണ്ടൊക്കെയാണ് പറയും ഒറ്റയ്ക്ക് അടിച്ചു നോക്കാന്ന് പറയും. പണ്ടാണ് അടിച്ചാൽ അവരകത്താവും. അല്ല, അവര് കൂട്ടം ചേർന്ന് തല്ലിട്ട് പോകും. ഞാൻ കുതി ഇരുന്ന് കൊടുക്കേണ്ടി വരും. നല്ല ആരോഗ്യമുണ്ടല്ലോ. ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല. 5 പേര് ഇടിച്ചാൽ എത്ര എന്ത് ചെയ്യും? ആരോഗ്യത്തിലുള്ള കാര്യം. നമ്മൾ പേടിച്ചെന്നാൻ പറ്റും. നമ്മുടെ നാടിനെ എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വ്യക്തമായിട്ട് രണ്ട് സൈഡും അത് നമ്മള് നാട്ടുകാരുടെ സജീവമായി രംഗത്തിറങ്ങണം. ജനകീയ പ്രതിരോധം ഉണ്ടാകണം. ഇതിനകത്ത് അമ്മമാരിറങ്ങി സാർ. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ നാട്ടുകാരെന്ന് പറഞ്ഞാൽ പോലും അവര് നമ്മുടെ എന്തറിയോ, നമ്മൾ പ്രതികരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രതികരിച്ചേ പറ്റൂ. അവര് നിങ്ങൾ എവിടെ ഉള്ളതാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ രാത്രി ഒരു 10-11 മണി എന്നറിയുമോ, ഇതിലിപ്പോ അവര് എത്ര ശക്തി. ഭയങ്കര മദ്യപാനമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നാട്ടിലെ ഒരു 50 ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് നിന്നാ തീരാവുന്ന പ്രശ്നമല്ലേ? നമ്മൾ സദാചാരമായി പേടിക്കരുത്. നമ്മൾ ചെല്ലുമ്പോഴേ അത് വേറെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ രണ്ട് സൈഡ് പറഞ്ഞ കണക്ക് ഈ രണ്ട് സൈഡും രാത്രി ഒരു 10 മണിക്ക് ശേഷം ആകുമ്പോൾ 10 മണിക്ക് ശേഷം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും, അത് കൊച്ചു പിള്ളേരാണ് വന്നിരുന്നത് കഞ്ചാവ് അടിക്കുന്നു, വെള്ളം അടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഫാമിലി ആയിട്ട് ഇത്ര കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിൽ ഇവിടെ ഇരിക്കുക. ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് അവര് പോലീസ് വന്നിരിക്കുന്നതിൽ ആരിലാണ് ഉണ്ടെന്നറിയുന്നത്. പലരും വന്നു കയറുന്നവരാണ്. പോലീസിന് പരിമിതികളുണ്ട് സാർ, അത് മനസ്സിലാക്കില്ല. നിങ്ങളൊന്നും വിശ്വസിക്കണ്ടേ, പോലീസിന്റെ പരിമിതിക്കൊക്കെ ഒരു അവസാനമായി. ഇന്നലെ തന്നെ എന്നോട് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്രമായി പോലീസ് സേനയെ ഈ കാര്യം നിയന്ത്രിക്കാൻ വിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം പോലീസ് ഏജൻസികളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. ഇത്തരം ആളുകളെ എവിടെയാണ് കിടത്തേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പേടിച്ചാൽ അവസാനം സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പറഞ്ഞോളൂ. സാർ എന്നെ ഇപ്പൊ പിടിച്ചെന്ന് സാർ കേൾക്കണം. ഞാനിവിടെ ചുമ്മാ ബീച്ച് കാണാമെന്നാണ്. എന്റെ നാട്ടുകാരനായി ഈ പയ്യൻ പറഞ്ഞു, അജി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി സാർ, ഇവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ആൾക്കാർക്ക് കടപ്പുറത്തുള്ളവർക്ക് പേടിയാണ്, പലതും പറഞ്ഞു സംസാരിക്കാൻ അറിയില്ല. അവർക്ക് വേണ്ടിയാണ് നാടിന്റെ ശബ്ദമായി ഞാൻ സംസാരിച്ചത്. നമ്മുടെ കൂട്ടായ ശബ്ദത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരെത്ര ശക്തന്മാരായാലും നിയമം അവരെ പിടിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് നടന്നോളൂ. കാരണം എന്താ, ഇതെല്ലാം നമ്മുടെ പോലീസ് സേനയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് സാർ. അവരെയും ഇവരെ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് അവർ ബൈക്കിൽ പോകുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞില്ലേ, ഇനി നിങ്ങളെ അങ്ങനെ വെച്ചു കൊടുത്ത മകൻ നിങ്ങൾ അങ്ങനെ പേടിക്കരുത്. അങ്ങനെ പേടിച്ച സന്ദേശം കൊടുക്കരുത്. കാര്യം നമ്മൾ കേരളം മുഴുവൻ പോവാണ്. കേരളം ആൾക്കാർ അത് ഉണ്ടാവരുത്. കേരളത്തിലുള്ളവരെല്ലാം ഒത്തുകൂടി ഒരു പുഷ്പം പോലെ പറഞ്ഞു. തീർച്ചയായും അതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. പലയിടത്തും ആളുകള് വൈഫിനും വയ്യാത്ത പിള്ളേരാണ്. സ്കൂളിൽ പോകണം, മുട്ടായി കൊടുക്കാന്ന് പറഞ്ഞു. മുട്ടായിക്കകത്ത് സാധനം വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് നമ്മൾ പറയും മോളെ അവരൊന്നും മുട്ടായി ഒന്നും വാങ്ങിക്കല്ലെന്ന് പറഞ്ഞാൽ അവര് പിള്ളേരെ കൊച്ചു പിള്ളേരെ മുട്ടായി അത് കൊടുത്താൽ വാങ്ങിക്കും. അപ്പൊ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ പ്രകൃതി മാറുന്നുണ്ട്. അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ കാണുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ ശംഖുമുഖത്തേക്ക് നമ്മുടെ പോലീസിന്റെ ഒരു ശ്രദ്ധ കൂടി നമ്മൾ ക്ഷണിക്കുകയാണ്. അവർ പറയുന്നത് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സമാധാനമില്ല, വലിയ വലിയ കക്ഷികളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ്. എന്തായാലും നടപടി വരും. കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരുമിക്കുന്ന ഒരുമയുണ്ടല്ലോ സാർ, വി ആർ വിത്ത് യു. അതേ പറയാനുള്ളൂ. റെഡി. ഉപ്പിന്റെ മണം ഉണ്ടല്ലേ, എങ്കിൽ ഒന്നും പിടിക്കാം, നോക്കട്ടെ. നല്ല കട്ടിയായി പോയി.
അങ്ങനെ സംസാരിച്ചു ആ ഓക്കെ. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ നമ്മൾ ഈ പേടിച്ചിരിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ ആഷ്മി? ആൾക്കാർക്ക് പേടിയുണ്ട്. കാര്യം ഇതൊരു മാഫിയ സംഘമാണെന്നും ഇതൊരു ദുഷ്ടന്മാരുടെ സംഘമാണെന്നും, കാര്യം ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏത് രീതിയിൽ ആക്രമണം ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. നമുക്ക് ഒരുപാട് ഉദാഹരണം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പേടിച്ചിരുന്ന എസ് കെ ഇനി കാര്യമില്ല. ഇനി അതിന്റെ കാര്യം അറിയോ, നമ്മള് വിളക്ക് കൊളുത്തിയ സ്റ്റേജിൽ വന്ന് വിളക്ക് കൊളുത്തിയ 4 അമ്മമാരിൽ ഒരമ്മ എനിക്ക് രാത്രി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാര്യം അന്തർദേശീയ നെറ്റ്വർക്കുള്ള മാഫിയ സംഘമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. താങ്കൾ വളരെ ശ്രദ്ധിച്ച് ശരീരം നോക്കി വേണം ഇതിലൊക്കെ നടക്കാനെന്ന് പറഞ്ഞു. കാര്യം അവർക്ക് പേടിയുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മുടെ പേടിയെ കുറിച്ച് അത്ര വറിയിടൊന്നുമല്ല. കാരണം നമ്മുടെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, ഉദിച്ചാൽ അസ്തമിക്കും, തമ്പി സാർ പറഞ്ഞോലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് ആര് അറിയാമോ, നമ്മുടെ സീരിയലൊക്കെ വളരെ പ്രശസ്തനായ നടനാണ്. നമ്മളൊരു 40 കൊല്ലത്തെ ബന്ധുവില്ലേ സാറിന്റെ പിന്നെ ഒരു നഗരക്കാഴ്ചകൾ. എന്റെ നഗരക്കാഴ്ചകളിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ടെലിവിഷൻ പ്രവേശനം അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതിലൊക്കെ താങ്കൾ സൂപ്പറായിരുന്നു. ഓക്കെ, ഞാനും കയറി തന്ന എല്ലാ പാവങ്ങളും നേരുന്നു. അക്രമത്തിനും ലഹരിക്കെതിരെയുള്ള ഈ യാത്രയിൽ എല്ലാ പ്രതിബദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകനാണ് താങ്കൾ. അതുകൊണ്ടാണ് താങ്ക് യു. ഇവരെല്ലാം പ്രതിബദ്ധതയുള്ളവരാ. ഓക്കെ താങ്ക് യു. വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യണ്ടേ ആഷ്മി? അപ്പൊ എസ് കെ അങ്ങനെ ഇപ്പൊ ആൾക്കാർ ഞങ്ങൾക്ക് ഭയമാണെന്ന് പറയുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാണ് ഇവരുടെ രീതി. പക്ഷെ ഇനിയിപ്പോ ഭയന്നിരിക്കാൻ പറ്റത്തില്ല എസ് കെ. അതാണ് അതിന്റെ സമയം പോയി. നമ്മൾ കുറച്ച് ലേറ്റായി. വളരെ ലേറ്റായെന്ന് വെച്ചില്ല, കുറച്ച് ലേറ്റായി. കുറച്ച് പൊടിക്ക് ലേറ്റായി. പക്ഷെ തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും എക്സൈസിനും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആഞ്ഞിറങ്ങണം. ഇപ്പൊ ആഞ്ഞിറങ്ങി കഴിഞ്ഞു. നമ്മൾ ഈ ജനങ്ങൾക്കൊരു ഇത് പോലീസിനെ മാത്രം പണിയല്ല, ഇത് വീട്ടുകാരെ. അതിനെ കുറിച്ച് വിജയന്റെ അഭിപ്രായം എന്തുവാ? ഞാൻ കേരളത്തിൽ പലയിടത്തും പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും ജനങ്ങൾ ഒരുമിച്ചിറങ്ങിയിട്ട് ഇത്തരം മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക, അവരെ പോലീസിന് പിടിച്ചു കൊടുക്കുക, അവരെ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ ആദ്യം എത്തി അവരെ അവിടെ തടഞ്ഞു വെക്കുക, പോലീസിനെ ഏൽപ്പിക്കുക. അതൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. സ്കൂളിന്റെ പരിസരത്ത് ഈ കച്ചവടം നടത്തുന്ന കടകളിൽ നാട്ടുകാർ തന്നെ പരിശോധന നടത്തുക. അങ്ങനെയുള്ള പല പ്രതിരോധം, ജനകീയ കൂട്ടായ്മ, ജനകീയ പ്രതിരോധം പലയിടത്തും ഉയർന്നു വരുന്നുണ്ട്. അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മൾ ഈ ശംഖുമുഖത്തെ ചെറുപ്പക്കാരോടും അത് തന്നെയാണ് പറഞ്ഞത്. അവര് ചെയ്യേണ്ടതും അത് തന്നെയാണ്. ഒരു ജനകീയ പ്രതിരോധം, ഒരു ജനകീയ കൂട്ടായ്മ ഈ വിഷയങ്ങളിൽ ആദ്യം ഉയർന്നു വരിക. അതിൽ തന്നെ ഇത്തരം ശക്തികൾ പിന്തിരിഞ്ഞോടും അവിടെ അതിനുശേഷം പോലീസിംഗ് മാത്രമല്ല വിജയ, നമുക്ക് മനസ്സിലായി. നമ്മൾ യാത്ര തുടങ്ങി ശംഖുമുഖം തന്നെ ഈ മയക്കുമരുന്ന് പ്രചരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കേരളത്തിൽ. അപ്പൊ ഈ ഒരുപക്ഷെ ഇവിടേക്ക് ആയിരിക്കണം ജനങ്ങളുടെ ഒരു പ്രതിഷേധം ആദ്യം ഉണ്ടാകേണ്ടത് അല്ലെ, പോലീസ് സേനയുടെ കണ്ണും. അപ്പോ ഇത് ശംഖുമുഖം നമ്മുടെ ഒരു ബീച്ച് ആയതുകൊണ്ടും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ടും ഇന്ന് തന്നെ ഇതിൽ നടപടി ഉണ്ടായാൽ അത്രയും നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ?